ഇന്നത്തെ മോർണിംഗ് ടാസ്കിലെ PR സംബന്ധമായിട്ടുള്ള വിഷയത്തെ പറ്റി ഒരു ചർച്ചയാണ് നടന്നത്. ഏതൊരു ബുദ്ധിയുള്ള ആൾക്കും നമുക്കറിയാൻ പറ്റും, തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ PR കിട്ടുന്നത് ഏറ്റവും കൂടുതൽ അവരുടെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആയിട്ട് വന്ന അനിമോൾ അല്ലെങ്കിൽ അക്ബർ, ഷാനവാസ് പോലുള്ള ആൾക്കാർക്കായിരിക്കും. പക്ഷേ ഈ ആദില നൂറയും പറഞ്ഞ പേര് ലക്ഷ്മിയാണ്. ലക്ഷ്മിക്കാണ് ഏറ്റവും വലിയ PR ഉള്ളതെന്നാണ്. ശരിക്കും അവരവരുടെ കുഴി തോണ്ടുന്നത് അവരവർ തന്നെയല്ലേ? ഫോർ എക്സാമ്പിൾ, തൊട്ട് മുന്നേ നടന്ന ക്യാപ്റ്റൻസി ടാസ്കിൽ സ്ത്രീകൾക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാവരും ആദിലയ്ക്ക് ക്യാപ്റ്റൻ ആവാനായിട്ടുള്ള ഇത് കൊടുത്തു. ആദിലയ്ക്കും അനുമോൾക്കും ജിസേലിനൊക്കെ കൊടുത്തു. ശരിക്കും വീക്കായിട്ടുള്ള കണ്ടസ്റ്റന്റിനെ ക്യാപ്റ്റനാക്കി അവിടെ വീണ്ടും ഒരാഴ്ച നിർത്തുക എന്നുള്ള മണ്ടത്തരം ഈ പറഞ്ഞ ഓരോ കണ്ടസ്റ്റന്റും കാണിച്ചു എന്ന് മനസ്സിലാക്കുക. PR അവിടെ ഏറ്റവും കുറവാരാന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിന്തിക്കാം. വൈൽഡ് കാർഡായിട്ട് വന്ന ലക്ഷ്മിയും അതുപോലെ സാബുമോനൊക്കെയാണ്. സാബുമോന് പിന്നെ PR-ന്റെ പോലും ആവശ്യമില്ല. സാബുമോൻ ഒടിയനാണ്. സാബുമോൻ ഒരാളുടെ ദേഹത്ത് കയറി പിടിച്ചു കഴിഞ്ഞിട്ട് അയാളുടെ കണ്ണിലോട്ട് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് പിറ്റേ ആഴ്ച ആ വ്യക്തി പുറത്താണ്. കാരണം ഒടിയനാണ്. ഒടിയൻ സാബുമോനെ തളയ്ക്കാൻ ആർക്കും ആവില്ല. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഒടിയനെ തളയ്ക്കണമെങ്കിൽ മൂത്തോൻ വരണം. മൂത്തോൻ അതിനകത്തുണ്ട്. അനുമോളുടെ പാവയിലുള്ള കുട്ടിച്ചാത്തന്മാർ പോലും സാബുമോനെ കണ്ട് ഓടുകയാണ്. അനുമോളുടെ പാവ എല്ലായിടത്തും പോകുന്നുണ്ട്. ചെറിയ ചെറിയ കുട്ടിച്ചാത്തന്മാർ, ചെറിയ കൂടോത്രങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ ഒടിയൻ സാബുവിന്റെ മുന്നിലില്ല. ഒടിയനെ തളയ്ക്കാൻ മൂത്തോൻ വരണം. മൂത്തോൻ അവിടെ ഉണ്ട്. അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ആഴ്ച ആദില ക്യാപ്റ്റനായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ഈ ആഴ്ച കണ്ടന്റ് വെച്ച് തൂക്കാൻ പോകുന്നത് അനീഷായിരിക്കും. കാരണം ആദിലയ്ക്കെതിരെ പെങ്ങളൂട്ടി കാർഡും പെങ്ങൾ പാസത്തിലും പെട്ടുപോയ ഷാനവാസ് ഒന്നും മിണ്ടില്ല. അക്ബറിന്റെ പ്രധാന ശത്രു അനുമോൾ ആയതുകൊണ്ടും ആദിലയും അക്ബറുമായിട്ട് വലിയ വിഷയങ്ങളില്ലാത്തതുകൊണ്ടും ഈ ആഴ്ച അനീഷിന്റെ ആഴ്ചയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം.